കർത്താവിൻ്റെ നിസ്തുല്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, കടന്നു വന്ന എല്ലാ ദൈവമക്കളും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഞാൻ അറിയിച്ചു കൊള്ളുന്നു. നിങ്ങളോടുകൂടെയുള്ള കൂട്ടായ്മ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒന്നോടൊന്ന് ചിന്തിക്കുവാനും ദൈവവചനം ഒന്നുകൂടെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ധ്യാനിക്കുവാനൊക്കെ കർത്താവ് ഈ ദിവസങ്ങളിൽ ഇടയാക്കുന്നു. ഇവിടെ ധ്യാനിക്കുന്ന വിഷയം നമുക്ക് അനുഗ്രഹമായി തീരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങളാണല്ലോ നമ്മൾ ധ്യാനിക്കുന്നത്. 1 John chapter 4 verses 1 to 3. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നല്ലയോ എന്ന് ശോധന ചെയ്യുവീൻ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്ന് ആകുന്നു. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്ന് ഉള്ളതല്ല. അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ. അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അത് ഇപ്പോൾ തന്നെ ലോകത്തിൽ ഉണ്ട്. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. എ കോൾ ഫോർ ഡിസേൺമെൻറ്റ് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണല്ലോ നമ്മൾ ഈ 3 ദിവസം നാം പഠിക്കുന്നത്. പല കാര്യങ്ങൾ ഞാൻ ഇവിടെ സംസാരിച്ചു, നിങ്ങളത് ശ്രദ്ധ വെച്ച് കേട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഡിസേൺമെൻറ്റ് എന്നുള്ള വിഷയം, വിവേചിക്കുക എന്നുള്ള വിഷയം വളരെ ഇല്ലാതെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. അതിൻ്റെ അപകടം എല്ലാ നിലയിലും എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയും. അപ്പം വിവേചിക്കാൻ കർത്താവ് വചനത്തിൽ കൂടെ നമ്മളെ ക്ഷണിക്കുക. വിവേചിക്കുക എന്നുള്ളത് അതൊരു ഓപ്ഷനല്ല, അതൊരു ഇമ്പെറേറ്റീവാണ് എന്ന് നമ്മൾ കാണാൻ ഇടയായി. അവിടെ വായിക്കുന്നത് ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നല്ലയോ എന്ന്. അത് ഓപ്ഷനല്ല, അതെന്താണ്? കൽപ്പനയാണ്. ഇറ്റ്സ് എ കമാൻഡ്. കർത്താവ് നമ്മളോട് പറയുക ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ, വി ഹാവ് ടു ടെസ്റ്റ്, വി ഹാവ് ടു ഡിസേൺ. അതില്ലാതെ പോകുന്നു എന്നുള്ള ഒരു വളരെ ദുഃഖകരമായിരിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും. അത് ദൈവസഭകളിൽ കാണാൻ കഴിയും, ദൈവദാസന്മാരിൽ നമുക്കത് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ എടുക്കുന്ന ധ്യാനം കർത്താവ് നമ്മളോട് കൃത്യമായി സംസാരിക്കുന്നു. മുമ്പോട്ട് കർത്താവ് നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ പറഞ്ഞതുപോലെ, പലപ്പോഴും ഈ വിവേചിക്കാൻ എടുക്കുന്ന മെഷറിംഗ് റോഡ്, അളവുകോൽ, അത് പലപ്പോഴും തെറ്റായി നാം എടുക്കുന്നുണ്ട് എന്ന് നാം കഴിഞ്ഞ രാത്രിയിൽ ധ്യാനിക്കുകയുണ്ടായി. ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഏത് അളവുകോലാണ് എടുക്കേണ്ടത്, വാട്ട് ഈസ് ദ മെഷറിംഗ് റോഡ് എന്ന് യോഹന്നാൻ തന്നെ കാണിക്കുകയാണ്. അതിൻ്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുക. 2-ാമത്തെ വാക്യം, ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. അപ്പോൾ ആ മെഷറിംഗ് റോഡ് യോഹന്നാൻ തന്നെ പറയുകയാണ്, ബൈ ദിസ് യു നോ. ഏതാണ് ആ മെഷറിംഗ് റോഡ്? ആ അളവുകോൽ എന്താണ്? യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന, ആ സ്വീകരിക്കുന്ന എന്നുള്ള വേർഡ് നമ്മൾ അല്പമായി മനസ്സിലാക്കാൻ ഇടയായിത്തീർന്നു. അത് കേവലം ഒരു വട്ടം പറയുന്ന ഒരു കാര്യമല്ല. പ്രത്യുത ഒരു വട്ടം പറയുമ്പോൾ തന്നെ അത് ജീവിതത്തിൽ മുഴുവനുമായി എല്ലാ മേഖലകളിലും കാണുന്നൊരു കാര്യമാണ്. മത്തായി 11-ന്റെ 28, 29, 30 വാക്യങ്ങൾ നമുക്കറിയാം. അധ്വാനിക്കുന്നവരും എല്ലാവരും ഞാൻ നിങ്ങളെന്ത് ചെയ്യാം? ആശ്വസിപ്പിക്കാം. എന്നിട്ട് അടുത്ത് എന്താണ്? എൻ്റെ നുകം. അപ്പോൾ കർത്താവിൻ്റെ അടുക്കൽ വരുന്നവനെ ആശ്വസിപ്പിച്ചങ്ങ് നിൻ്റെ ഇഷ്ടത്തിൽ പോകാനല്ല പറയുന്നത്, കർത്താവിൻ്റെ നുകം ഏറ്റുകൊണ്ട് അവനോട് പഠിക്കാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പം വായും കൊണ്ട് യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് കേവലം വായും കൊണ്ട് ഏറ്റു പറയുന്നിട്ട് കാര്യമായില്ല.
അതിനുവേണ്ടി നമ്മൾ ഇന്നലെ കാണുവാനിടയായി തീർന്നു, ജീവനെ തന്നെ കൊടുക്കുന്ന അനുഭവം, ഗിവിങ് അവർ ഓൺ ലൈഫ് ഫോർ ദാറ്റ് കൺഫെഷൻ. നമ്മുടെ ജീവിതത്തെ തന്നെ വെച്ചു കൊടുക്കുന്ന അനുഭവം, നമ്മളെ തന്നെ മുഴുവനുമായി ആ നുകത്തിൻ്റെ കീഴിൽ കൊണ്ടുവരുന്ന അനുഭവം, കർത്താവിനെ നോക്കി പഠിക്കുന്ന അനുഭവം. ആ ഒരു കാര്യം ഈ കള്ളപ്രവാചകനും ഇങ്ങനെയുള്ള ഫോൾസ് ടീച്ചേഴ്സ് ചെയ്യുകയില്ല. ചിലപ്പോൾ അവർ വായ കൊണ്ട് പ്രഖ്യാപിക്കും യേശു കർത്താവാണെന്ന്, ജഡത്തിൽ വന്ന് അതൊക്കെ പറയും. പക്ഷേ യേശുവിൻ്റെ നുകത്തിൻ്റെ കീഴിൽ വന്ന് ജീസസിൻ്റെ ലൈഫ്, ജീസസിൻ്റെ മിനിസ്ട്രി അവരൊരിക്കലും ഫോളോ ചെയ്യത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം മെഷറിംഗ് റോഡ് ജീസസിൻ്റെ ലൈഫാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ലൈഫും മിനിസ്ട്രിയും സെപ്പറേറ്റ് അല്ല. ലൈഫ്, ത്രൂ ലൈഫ് വി സെർവ് ദ ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ കൂടിയാണ് കർത്താവിനെ നാം സേവിക്കുന്നത്. അല്ലാതെ എങ്ങനെയും ജീവിച്ചിട്ട് മിനിസ്ട്രിയിൽ ഭയങ്കര ഗ്ലോറിയാ, അത് ഭയങ്കര അപകടമുള്ള വിഷയമാണ്. കുടുംബജീവിതത്തിലുള്ള ബന്ധത്തിൽ, കുടുംബജീവിതം എവിടെ അറിയത്തില്ല, പക്ഷേ എഴുന്നേറ്റ് നിന്ന് തന്നെ ഭയങ്കര ഫയറാണ്. ആ ഫയർ വേണ്ട നമുക്ക്. ലൈഫ് ആൻഡ് മിനിസ്ട്രി അത് ഒരുമിച്ച് കിടക്കുന്ന, വി ഷുഡ് നോട്ട് ഡിവോഴ്സ് ഇറ്റ്. അതിനെ നമുക്ക് വേർതിരിക്കാൻ കഴിയത്തില്ല. അപ്പം ജീസസിൻ്റെ ലൈഫ് നമ്മൾ കണ്ടു. 30 years, 30 വർഷം വരെ ഹി ഡിഡ് നോട്ട് ഡു എനിത്തിങ്. നമ്മൾ വിചാരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ലോകമൊക്കെ ഒരു 10 സ്ഥലത്തൊക്കെ ചെന്ന് 10 ഉൾപ്പെട്ടിലൊക്കെ എഴുന്നേറ്റ് പ്രസംഗിക്കുമ്പോഴാണ് എന്തൊക്കെയോ ചെയ്തെന്ന്. കർത്താവ് ഒന്നും ചെയ്തില്ല 30 വയസ്സ് വരെ. ഏത് രോഗിയെ കർത്താവ് സൗഖ്യമാക്കി? ഒരു രോഗിയെ സൗഖ്യമാക്കിയില്ല. ഒരിടത്ത് പ്രസംഗിക്കാൻ പോയില്ല. ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയില്ല. നത്തിങ്. ലൂക്കോസിൻ്റെ സുവിശേഷം പറയുന്നത് അറ്റ് അബൌട്ട് 30 years old കർത്താവ് സ്നാനപ്പെടുവാൻ വേണ്ടി വന്നപ്പോൾ സ്വർഗം തുറന്ന് പിതാവ് പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? എന്തോ ചെയ്തിട്ടാണ് പ്രസാദിച്ചേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊന്നും നമ്മൾ കർത്താവിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നത് കൊണ്ടല്ല ദൈവം പ്രസാദിക്കുന്നത്. ദൈവത്തിൻ്റെ വഴി അറിഞ്ഞ് ദൈവത്തിൻ്റെ ഹിതം ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രസാദം വരുന്നത്. സ്തോത്രം. അത് നമ്മൾ മനസ്സിലാക്കണം. 30 years ഓഫ് കർത്താവിൻ്റെ ചില സമയങ്ങൾക്ക് ആ 30 വയസ്സിൽ എന്തോ ചെയ്ത് നമുക്കറിയാം. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ്സ് എ സൈലൻറ്റ് ടൈം. എനിക്ക് അത്ഭുതം വരിക, കർത്താവ് പതുപോലെ പള്ളിയിൽ പോവും. പള്ളിയിൽ പോയി ഇരുന്ന് നമ്മളെപ്പോലെ ഇങ്ങനെ ഇരിക്കും. അന്ന് റബിമാരും പരീശന്മാരൊക്കെ ഭയങ്കര പ്രസംഗമാണ്. കർത്താവ് ഈ പ്രസംഗം കേട്ടിരിക്കും. നമുക്കൊരു മുറിപ്രസംഗം അറിഞ്ഞു കഴിഞ്ഞാൽ മിണ്ടായിരിക്കാൻ പറ്റത്തില്ല, അല്ലേ? ഒരു പ്രസംഗം നല്ലപോലെ അറിഞ്ഞാൽ പിന്നെ മിണ്ടായിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. 30 years പള്ളിയിൽ പോയിരുന്ന് ദൈവവചനം കേട്ടു. ആര്? കർത്താവ്. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഈ ജീവിതം കണ്ടിട്ട് പിതാവ് പറയുക, ഐ എം പ്ലീസ്ഡ്. തൻ്റെ 3.5 കൊല്ലത്തെ മിനിസ്ട്രി, പബ്ലിക് മിനിസ്ട്രി, യോഹന്നാൻ 12-ാം അധ്യായത്തിൻ്റെ അവസാനം വരുമ്പോൾ പറയുക, പിതാവ് പറയുകയാണ്, എൻ്റെ നാമം മഹത്വപ്പെട്ടിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടും എന്ന് പറഞ്ഞാൽ ആ 3.5 കൊല്ലമുള്ള മിനിസ്ട്രിയിൽ പിതാവിൻ്റെ നാമം മഹത്വപ്പെട്ടു. ആ ക്രൂശ് മരണത്തിൽ കൂടെയും പിതാവിൻ്റെ നാമം മഹത്വപ്പെടാൻ പോവുകയാണ്. എന്തോ ലൈഫായത്! ഈ ലൈഫാണ് നമ്മുടെ മെഷറിംഗ് റോഡ്. അപ്പം ആൾ കൂടുന്നത് അവിടെ ഭയങ്കര ആളാണ്, ഭയങ്കര ഇടിച്ചു കയറുക, അതല്ല നമ്മുടെ മെഷറിംഗ് റോഡ്. പറഞ്ഞ ദൂത് ആക്യുറേറ്റാണ്. ഇന്നലെ ഞാൻ കാണിച്ചു വചനത്തിൽ, ആക്യുറേറ്റ് ആയിരിക്കും ദൂത്, പക്ഷേ ഇവൻ കാണിക്കുന്ന ദൈവം വേറെ ആയിരിക്കും. അപ്പം ആക്യുറസി അല്ല ഇവിടുത്തെ മാനദണ്ഡം, ആക്യുറസി അല്ല ഇവിടുത്തെ മെഷറിംഗ് റോഡ്. ദൂത് പറഞ്ഞു, പ്രവചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, പ്രവാചകൻ ദൂത് പറഞ്ഞു, ഓക്കെ. പക്ഷേ എന്നെ കൊണ്ടുപോകുന്നത് ഈ ദൈവത്തിൽ നിന്നാണോ? എന്നെ അകറ്റിക്കളയുന്നത് ഈ ദൈവത്തിൽ നിന്നാണോ? എൻ്റെ കണ്ണിനെ ദൈവത്തിൽ നിന്ന്, ക്രിസ്തുവിൽ നിന്ന് മാറ്റി മാമോനിലേക്ക് തിരിച്ചോ? എന്നാൽ മനസ്സിലാക്കിക്കോണം സഹോദര സഹോദരി, ആക്യുറേറ്റ് ദൂതായിരിക്കും, പക്ഷെ നീ ആരാധിക്കുന്ന വേറൊരു ദൈവത്തെയാണ്. സ്തോത്രം. അപ്പം ജീസസിൻ്റെ ലൈഫ് ആൻഡ് ജീസസിൻ്റെ മിനിസ്ട്രിയാണ് മെഷറിംഗ് റോഡ്. അതല്ലാതെ വേറെ ഒരു മെഷറിംഗ് റോഡും ഇല്ല.
ജീസസിൻ്റെ ലൈഫും ജീസസിൻ്റെ മിനിസ്ട്രി ശുശ്രൂഷ ചെയ്യാത്ത ഒരു മിനിസ്ട്രിയും ദൈവം അംഗീകരിക്കുന്നില്ല. യേശു ജീവിച്ചതുപോലെ ജീവിക്കാതെ മിനിസ്റ്റർ ചെയ്യുന്ന ഒരു ശുശ്രൂഷകനെയും ദൈവം അംഗീകരിക്കുന്നില്ല. അയ്യോ ബ്രദറെ, അങ്ങനൊക്കെ പറയാൻ പറ്റുമോ? മത്തായി 7:21 പറയുന്നത്, അന്നാളിൽ ഞാൻ അവരോട് തുറന്നു പറയും. ഇപ്പം തുറന്നു പറഞ്ഞിട്ടില്ല, പക്ഷെ ആ ദിവസം എന്ത് പറയും? തുറന്നു പറയും. ഇന്ന് പറയുന്നില്ല. അപ്പം നമ്മൾ അങ്ങനെ ചിന്തിക്കണം. ജീസസിൻ്റെ ലൈഫ് ആയിട്ട് തട്ടി നോക്കണം. ഇങ്ങനെയാണോ ഈ പറയുന്ന വ്യക്തി? തൻ്റെ ശുശ്രൂഷ ജീസസിൻ്റെ മിനിസ്ട്രി പോലെ ആണോ? അല്ല എങ്കിൽ പിന്നെ വി കനോട്ട് അക്സെപ്റ്റ് ഇറ്റ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾക്കൊരു ചിന്ത വരും, അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആരിലും ഉണ്ടോ ബ്രദറെ? അങ്ങനെയൊക്കെ ജീവിക്കുന്ന പെന്തക്കോസിലുണ്ടോ? അതെന്താ അങ്ങനെ ചിന്ത വരുന്നത് അറിയാമോ? ഈ പുസ്തകത്തിൽ നിന്ന് ഒത്തിരി ദൂരെ സഞ്ചരിക്കുന്നത് കൊണ്ടാണ്. ഈ പുസ്തകത്തിൻ്റെ അടുത്തോട്ട് വാ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ പുസ്തകത്തിൽ നിന്ന് ദൂരെ പോകാനല്ല, ഈ പുസ്തകത്തിൻ്റെ അടുത്തൊന്ന് സഞ്ചരിക്കുക. സ്തോത്രം. അപ്പോൾ ജീസസിൻ്റെ ലൈഫ്, വാക്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ജീസസിൻ്റെ ലൈഫ് നമ്മൾ അത് ആഴമായി പഠിക്കേണ്ട വിഷയമാണ്. ഞാൻ ഒറ്റ വാക്യത്തിൽ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, അത് എക്സ്പ്ലെയിൻ ചെയ്തില്ല. യോഹന്നാൻ 12:24 തൊട്ടുള്ള വാക്യം പെട്ടെന്നൊന്ന് വായിച്ചാട്ടെ. ജോൺ 12:24 onwards. ഇരിക്കും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. അടുത്തത്, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എങ്ങനെ? ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നത് പോലെ, ഞാൻ ചാകുന്നത് പോലെ എന്നെ ശുശ്രൂഷ ചെയ്യുന്നവൻ ഇതുപോലെ ഗോതമ്പ് മണി വീണതുപോലെ വീഴണം. സ്തോത്രം. ഹല്ലേലൂയ. ഇതുപോലെ വീണെങ്കിൽ മാത്രമേ ഫലം കഴിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ, നമ്മളവിടെ 3 കാര്യം കണ്ടു. 3 കാര്യം എൻ്റെ കൂടെ ഒന്ന് വരണേ. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അടുത്തത്, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ. അപ്പോൾ കള്ളപ്രവാചകൻ എന്തോ പറയും? കള്ളപ്രവാചകൻ പറയുന്നത്, യേശു ഇരിക്കുന്നിടത്ത് നീയും ഇരിക്കുക, അതുകൊണ്ട് നിനക്ക് രോഗം, കാരണം കർത്താവിൻ്റെ കൂടെ ഇരിക്കുമല്ലേ, നിനക്ക് രോഗം വരത്തില്ല, നിനക്ക് ബുദ്ധിമുട്ട് വരത്തില്ല, നിനക്ക് പ്രയാസം വരത്തില്ല, നിനക്ക് വേദന വരത്തില്ല, നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല, നിറവായിരിക്കും. കാരണം നീ ഇരിക്കുന്നത് കർത്താവിനോട് കൂടെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും സംഭവിക്കത്തില്ല. ഇത് വരും, പക്ഷെ നിന്നെ കാണുമ്പോൾ അത് പോകും. കാരണം കർത്താവിനോടാണ് ഇരിക്കുന്നത്. അടുത്തത്, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് എന്ത് ചെയ്യും? എന്താ ഈ മാനിക്കും എന്നതിൻ്റെ അർത്ഥം? സ്തോത്രം. അപ്പം കള്ളപ്രവാചകൻ വന്ന്, ദുരുപദേശക്കാരൻ വന്ന് ഈ 2 കാര്യം ആ വ്യക്തി പറയും. കർത്താവിനോടുകൂടി ഇരിക്കും, കർത്താവ് മാനിക്കും. പക്ഷേ ആദ്യത്തെ കാര്യം പറയത്തില്ല. ഏതാ? എന്നെ ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ, അത് പറയത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ദാറ്റ് ഈസ് എ കോസ്റ്റ്. അത് വിലയുള്ളതാ, അത് വില കൊടുക്കേണ്ടതാ. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം വരുമോ? വരത്തില്ല. എന്നാൽ നിന്നെ മാനിക്കുമെന്ന് പറഞ്ഞാലോ? കർത്താവിനോടുകൂടെ നിന്നെ ഇരിക്കുക, നിനക്കൊന്നും സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞാലോ? സ്തോത്രം പറയിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങ് വരും. പക്ഷേ ഗോതമ്പ് മണി വീണതുപോലെ നീ വീഴണം. ഇഹലോകത്തിലെ ജീവിതത്തെ നീ പകയ്ക്കണം. നിന്റെ your interest, all should be crucified at the feet of the cross. It is a pavement. നമുക്ക് വില കൊടുക്കേണ്ടതായി ക്രിസ്ത്യ ജീവിതം. അങ്ങനെ വില കൊടുക്കുന്നവനാണ് കർത്താവിനോട് കൂടി ഇരിക്കുന്നത്. ഈ വില മാറ്റിയിട്ട് ഇരിക്കുമെന്ന് പറയുന്നത് കള്ളനാ.
നമ്മൾ അവനെയും വിളിച്ച് പൈസയും കൊടുത്ത് സ്വോത്രവും പറഞ്ഞു. വില പറയാതെ കൂടിരിക്കുമെന്നും വില പറയാതെ മാനിക്കുമെന്നും പറയുന്നത് ഈസ് നോട്ട് റൈറ്റ്. ഒരു കാര്യം ഞാൻ ദൈവമക്കളോട് പറയാം, ഏതെങ്കിലും ഒരു ശുശ്രൂഷകനോ ശുശ്രൂഷയോ നിങ്ങളുടെ പൈസയുടെ പുറയിലാണെങ്കിൽ ഈ ഈസ് എ ഫോൾസ് പ്രോഫറ്റ്. അത് മനസ്സിലാക്കിക്കോണം. വില പറയത്തില്ല, കോസ്റ്റ് പറയത്തില്ല, ഇങ്ങനെ വില കൊടുക്കണമെന്ന് പറയത്തില്ല. അത് ദൂതായിട്ട് നമ്മൾ ഈ കാലത്ത് എടുക്കൂ. ഗോതമ്പ് മണി, അമ്മാമേ ഗോതമ്പ് മണി വീണതുപോലെ വീണം, അത് ദൂതായിട്ട് എടുക്കൂ? ഇല്ല. നിന്നെ മാനിക്കും, എടുക്കോ ദൂതായിട്ട്? അത് ദൂതായിട്ട് എടുക്കും. ഗോതമ്പ് മണി വീണതുപോലെ ഞങ്ങളുടെ സഭയിൽ 8 വർഷം മുമ്പ്, നമുക്ക് ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, 31-ാം തീയതി ഒരു ചിട്ട് കൊടുക്കുന്ന പരിപാടിയുണ്ട്. പ്രോമിസ് ഉണ്ടോ? സ്തോത്രം. ഒരു തീരുമാനവും ഞാൻ പറഞ്ഞ കാര്യം ക്ഷമയൊന്നും ഞാൻ ചോദിക്കത്തില്ല കേട്ടോ. അബദ്ധത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ ക്ഷമ ചോദിക്കും, പക്ഷേ ദൈവത്തിൽ പറഞ്ഞാൽ ഞാൻ ക്ഷമ ചോദിക്കത്തില്ല. 8 വർഷം മുമ്പ് പ്രോമിസ് വേഴ്സസ് കൊടുക്കും, അതിൻ്റെ കൂടെ ഒരു ചോക്ലേറ്റ് ഒട്ടിച്ച് കൊടുക്കും അല്ലേ? എന്തോ അടിയാന്നറിയോ പ്രോമിസ് എടുക്കാൻ. ഇതങ്ങോട്ട് വരുമ്പോൾ ഒന്നെടുക്കും, പിന്നെ അങ്ങോട്ട് ഇറക്കും, പിന്നെ ഇങ്ങനെ ഒന്നുകൊണ്ട് ഇളക്കും. കണ്ടിട്ടില്ലേ? നാട്ടിലുള്ള അമ്മച്ചിക്ക് കൊടുക്കും, വകയിലുള്ള ഉപ്പാപ്പനും കൊടുക്കും. അന്ന് ആ രാത്രി തന്നെ വിളിച്ചു പറയും, ഇതാ കേട്ടോ ഞാൻ ഈ 8 വർഷം മുമ്പ്. വേറൊരു കാര്യം കൂടെ, ഈ എടുക്കുന്ന വാക്യങ്ങളെല്ലാം എങ്ങനെയുള്ള വാക്യങ്ങളാണ്? സൂപ്പർ വാക്യങ്ങളാണ് അല്ലേ? കഴുകനെ പോലെ പറക്കും, നീ വാലല്ല തലയാകും അല്ലേ? ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് 8 വർഷം മുമ്പ് എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനും അല്ല. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ സ്വർഗരാജ്യത്ത് ചെല്ലും. ഇങ്ങനെയുള്ള ഇച്ചിരി കട്ടിയായിരിക്കുന്ന വാക്യങ്ങൾ ഒരു 8-10 ഇതിൻ്റെ ഇടയ്ക്കോട്ടിട്ടു. ഇത് ചില ഉള്ളികൾക്ക് കിട്ടി. എന്നെ രാത്രി 3 മണിക്ക് വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ പരിപാടി ശരിയല്ലെന്ന് പറഞ്ഞു. ആ വർഷം പ്രോമിസ് കൊടുക്കുന്ന നിർത്തി. കാരണം എന്താ അറിയോ? ആ ഒരു വാക്യം കൊണ്ട് 1 വർഷം നടക്കും, മേപ്പോട്ടും താപ്പോട്ടൊന്നും വായിക്കത്തില്ല. എന്തും അതിൻ്റെ പശ്ചാത്തലം അതറിയത്തില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, എന്നെ വാലല്ല തലയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അറിയില്ലായ്മയുടെ കാലമായിരുന്നു അതൊക്കെ. ഒരു വാക്യത്തെ, അത് ഞാൻ മുമ്പോട്ട് വരുമ്പോൾ പറയാം. അപ്പം ഞാൻ പറഞ്ഞത്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ, പ്രിയരെ ആ വാക്യത്തിൻ്റെ ഗൗരവം നിങ്ങൾ കണ്ടോ? കർത്താവിനോടുകൂടി ഇരിക്കാൻ പറ്റത്തില്ല. ഇത് കള്ളപ്രവചനം പറയത്തില്ല നിങ്ങളോട്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തില്ല എങ്കിൽ കർത്താവ് മാനിക്കത്തില്ല. ഇവിടൊക്കെ മാന്യത കിട്ടുമായിരിക്കും കേട്ടോ, പിതാവ് മാനിക്കത്തില്ല. അതാ കണ്ടീഷൻ. ഇഫ് വി ആർ നോട്ട് പേയിങ് ദ കോസ്റ്റ്, ഡോണ്ട് എക്സ്പെക്ട് റിവാർഡ് ഫ്രോം ദ ഫാദർ. പിതാവിൽ നിന്ന് ഒരു കാര്യം പ്രതീക്ഷിക്കരുത്. ഈ 24 കഴിയുമ്പോൾ നമുക്ക് ഒരു തീരുമാനം എടുക്കണം. ലോർഡ്, ഐ ആം റെഡി ടു സറണ്ടർ ആൻഡ് ഓഫർ മൈ ലൈഫ്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നത് പോലെ എൻ്റെ ഇഷ്ടവും ലോകത്തിലെ എൻ്റെ താല്പര്യങ്ങളും എൻ്റെ മോഹങ്ങളും ഐ സറണ്ടർ, ഐ ഗീവ് ടു യു കംപ്ലീറ്റ്ലി ലോർഡ്. ഇത് പറയുന്ന വ്യക്തികൾ ആൾക്കാർക്ക് ഇപ്പോൾ ഇഷ്ടമല്ലെന്നേ. ഇത് പറയുന്ന വ്യക്തികൾക്ക് ഭയങ്കര ഉപദ്രവമാണ്. പീപ്പിൾ ഡോണ്ട് ലൈക്ക് ഇറ്റ്. പക്ഷെ യേശു അതല്ലേ പഠിപ്പിച്ചത്? യേശു പഠിപ്പിച്ചത് എന്താ? തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെന്ത് ചെയ്യും? കളയും. ലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ, പകയ്ക്കുക, ഹെയ്റ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ എൻ്റെ ജീവിതത്തെക്കാൾ കൂടുതൽ ഐ ലവ് മൈ ലോർഡ്. എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ താല്പര്യമല്ല, എൻ്റെ ഇൻറ്റൻഷൻസ് അല്ല, ഒന്നും നടക്കല്ല കർത്താവേ.
ലോർഡ് യുവർ വിൽ ഷുഡ് ബി ഡൺ. ഞാൻ ഏറ്റവും കൂടുതൽ പുതിയ നിയമത്തിൽ ബഹുമാനിക്കുന്ന ഒരു സഹോദരിയ മറിയ. 17-18 വയസ്സ്, ഐ ഡോണ്ട് നോ ദ ഏജ്, അത്ര വയസ്സ് കാണത്ത ടീനേജ് ഗേൾ. വിവാഹം നടക്കാൻ പോവുക. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ബെട്രോത്തൽ കഴിഞ്ഞു. വളരെ ലിസ്റ്റാണ്. ഇന്നത്തെ ഒരു കോണ്ടംപററി ഒരു ശൈലി ഞാൻ ഉപയോഗിക്കുക. ഏത് കളർ ഗൗൺ, ഏത് ക്യാമറ, എവിടുന്ന് വരണം ക്യാമറ, ഇങ്ങനെ അല്ലേ വീടിൻ്റെ മണ്ടേ കൂടി ഇങ്ങനെ വരുന്ന അതിനെന്തോ പറയുന്നത്, ഡ്രോണ്, അത് ഏത് ആരായിരിക്കും ഏറ്റവും നല്ലത്? ഇതെല്ലാം മറിയ എഴുതിയില്ല കേട്ടോ, ഞാൻ ഇന്നത്തെ കോണ്ടംപററി പറയുക. ഇതെല്ലാം ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ടിരിക്കുമ്പം ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് പറയുക, നീ ഒരു മകനെ പ്രസവിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഏത് വലിച്ചു കീറും? ഞായറാഴ്ച വന്ന് നിൻ്റെ ഹിതം നടക്കും, നിൻ്റെ ഹിതം പോലെ എന്ന് പാടും. പക്ഷേ രഹസ്യത്തിൽ ഏതാ വലിച്ചു കീറാൻ പോകുന്നത്? ദൂതം കൊണ്ടുവന്ന്. കാരണം അത് അപകടമാണ്. എന്നാൽ അവൾ എന്തോ പറഞ്ഞെന്നറിയാമോ? ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ നിൻ്റെ വചനം പോലെ നടക്കട്ടെ. അർത്ഥം എന്ന് പറഞ്ഞാൽ അവൾ ഉണ്ടാക്കി വെച്ചതെല്ലാം കീറി, എൻ്റെ ഇഷ്ടം നടക്കല്, സ്വർഗത്തിൽ ഇഷ്ടം മാത്രം നടക്കണം. ഒരു കാര്യം ഞാൻ ദൈവമക്കളോട് പറയാം, അങ്ങനെ അവൾ ചെയ്തത് കൊണ്ട് അവൾക്ക് നഷ്ടമായില്ല, അവൾക്ക് ദോഷമായി ഒന്നും സംഭവിച്ചില്ല, അവൾ ചിന്തിച്ചതുപോലെ ഒന്നും നടന്നില്ല. ദൈവം അവളെ ഭദ്രമായി കാത്തു സൂക്ഷിച്ചു. ആൻഡ് ഷി വാസ് കോൾഡ് ബ്ലെസ്ഡ്. ആരാ ബ്ലെസ്ഡ് എന്നറിയാമോ? ദൈവത്തിൻ്റെ ഹിതം വലിച്ചു കീറിയിട്ട് സ്വന്തം ഹിതം ചെയ്യുന്നവനല്ല ബ്ലെസ്ഡ്. സ്വന്തം ഇഷ്ടം കീറിക്കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നവനാണ് യഥാർത്ഥമായി അനുഗ്രഹിക്കപ്പെട്ടവൻ. അപ്പോൾ ദൈവഹിതം, അക്കോർഡിംഗ് ടു യുവർ വിൽ ലോർഡ്, എന്നെ നടത്തണമേ. അപ്പോൾ ക്രൈസ്റ്റിൻ്റെ ലൈഫ് നമ്മൾ നോക്കുമ്പോൾ കാൽവറി ക്രൂശിൽ കർത്താവ് മരിച്ച ആ ക്രൂശാണ് മാത്രം നമ്മുടെ മനസ്സിൽ വരുന്നത്. അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അതുണ്ട്, അത് ഏറ്റവും വലിയ ക്ലൈമാക്സ് ആയിരുന്നു. എന്നാൽ തൻ്റെ 33.5 years ലൈഫ് ഹി വാസ് ക്യാരിങ് ദ ക്രോസ്. ആ ക്രൂശ് വഹിച്ച കർത്താവ് പോയത്. Can't you see that? കാണുന്നില്ലേ? സ്തോത്രം. നിങ്ങളെ എല്ലാം അറിയാവുന്ന കർത്താവ് ആ പേരൻസിന് കീഴ്പ്പെട്ടിരുന്നു. ഹി വാസ് സബ്മിറ്റഡ്. അവിടെ കൊടുത്തിരിക്കുന്ന പദം കണ്ടിന്യൂസ് പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ സബ്മിറ്റായിരുന്നു, അതിനുശേഷം ഈ കണ്ടിന്യൂ ടു ബി സബ്മിറ്റ് ടു ഹിസ് പേരൻസ്. ഈ ജീവിതം വെച്ചാണ് ദൈവദാസന്മാരെ ശുശ്രൂഷയെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അളക്കേണ്ടത്. ഇനി കർത്താവിൻ്റെ ശുശ്രൂഷയൊന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 4-23 വാക്യം പരസ്യമായി ഒന്ന് വായിച്ചേ. മത്തായി 4:23. ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ഒന്ന് പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗം. 2 പ്രസംഗം. ആദ്യം എന്താണ്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. ആദ്യം ഉപദേശം, 2 പ്രസംഗം. അടുത്തത് ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും 3 സൗഖ്യം. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നടന്ന 3 കാര്യം. 3.5 കൊല്ലം കർത്താവ് ശുശ്രൂഷ ചെയ്തു. 1 ഉപദേശം, 2 പ്രസംഗം, 3 സൗഖ്യം. അല്ല, സൗഖ്യം 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 മാത്രമായിരുന്നു. 3-ൽ 2 കാര്യവും ദൈവവചനത്തോടുള്ള ബന്ധത്തിലാണ്. കാര്യം പിടികിട്ടുന്നുണ്ടോ? അപ്പം ജീസസിൻ്റെ മിനിസ്ട്രിയിൽ ദൈവത്തിൻ്റെ വചനത്തിന് വളരെ ഇമ്പോർട്ടൻസ് കർത്താവ് കൊടുത്തിരുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ അറ്റാക്ക് വരുന്നത് ദൈവവചനമുള്ള ശുശ്രൂഷയിലാണ്. ഞാൻ ഇന്നലെ അവസാനിപ്പിച്ചപ്പോൾ ചില വാക്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. 1 കൊരിന്ത്യർ 4:20 വായിച്ചേ, പെട്ടെന്ന് വായിച്ചോ. 1 കൊരിന്ത്യർ 4:20. ഒരാൾ 2 കൊരിന്ത്യർ 3:6.
ദൈവരാജ്യം എന്തല്ലല്ല, വചനത്തിലല്ല. പിന്നെന്താണ്? അപ്പം അതിൻ്റെ അർത്ഥം നമുക്ക് വചനം വേണ്ട, ബൈബിൾ സ്റ്റഡി ഒന്നും വേണ്ട, പിന്നെന്താ വേണം? കുറച്ച് നേരമൊക്കെ ആരാധിച്ച് സ്തോത്രം വിടുതലേറ്റെടുത്ത് ബ്രദറെ അങ്ങനെ പോകാം. ഇവിടെ വചനം എന്ന് മലയാളത്തിൽ, ഹിന്ദിയിൽ നല്ല ട്രാൻസ്ലേഷനാണ്. ഹിന്ദിയിൽ വചൻ അല്ല എഴുതിയിരിക്കുന്നത്, പ്രഭുക്ക രാജ്യ ബാത്തോമേ നെയ്യെ എന്ന് പറഞ്ഞാൽ വാചകസ്ത്രത്തിലല്ല ദൈവരാജ്യം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ്. അല്ല, വചനം ബൈബിളിൻ്റെ പഠിപ്പിക്കലുമായിട്ട് ഒരു ബന്ധമില്ല. അടുത്തത് 2 കൊരിന്ത്യർ 3:6. ആ ആ ആ ആ അക്ഷരം കൊല്ലുന്നു. അതിൻ്റെ അർത്ഥം ബൈബിൾ വേണ്ട, പഠിത്തം വേണ്ട, ഉപദേശം വേണ്ട. കാരണം അക്ഷരം എന്ത് ചെയ്യുന്നു? കൊല്ലുന്നു. അപ്പോൾ പിന്നെ എന്താ വേണം? നമുക്ക് എല്ലാവർക്കും കൂടെ വന്നൊന്ന് ആരാധിച്ച് വിടുതലേറ്റെടുക്കാം ബ്രദറെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വചന ശുശ്രൂഷയെ അല്ല. പുതിയ ഉടമ്പടിയും പഴയ ഉടമ്പടിയോടുള്ള ബന്ധത്തിൽ പൗലോസ് പറയുകയാണ്, ദ ന്യൂ കവനന്റ് മിനിസ്ട്രി ഈസ് പവർഫുൾ. പഴയ നിയമം പോലെയുള്ള ഉടമ്പടിയിലുള്ളതല്ല. ദൈവവചന ശുശ്രൂഷയുടെ എതിരെ ഒന്നും അല്ല എഴുതിയത്. പക്ഷെ നമ്മുടെ പുള്ളികൾ ഇത് എടുത്തു പറയും. ഇത് എവിടുന്ന് പഠിച്ചതെന്ന് എനിക്കറിയത്തില്ല. ആരാധനയുടെയൊക്കെ തുടക്കത്തിലൊക്കെ ഇത് പറഞ്ഞു കളയും. വചന ശുശ്രൂഷിക്കാൻ വേണ്ടി ഇരിക്കുന്ന ദാസിന് ചിന്തിക്കും, അയ്യോ എൻ്റെ ദൈവമേ, ഇത് ആദ്യമേ അങ്ങ് വെട്ടിയല്ലോ. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിക്കുന്നു. സോറി, ദൈവവചന ശുശ്രൂഷയെക്കുറിച്ചല്ല അവിടെ പറയുന്നത്, പഴയ ഉടമ്പടിയെക്കുറിച്ചാണ് അക്ഷരം അവിടെ വിളിക്കുന്നത്. ആദ്യം നമ്മൾ കേട്ട വാചകസ്ത്രത്തിലല്ല ദൈവരാജ്യം ഇരിക്കുന്നത്, അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിലായിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് വേർഡ് ഓഫ് ഗോഡ്, ബാത്തോമേ. അപ്പം ജീസസിൻ്റെ ലൈഫ് ഒന്ന് നോക്കുക. ജീസസ് എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനത്തെ കണ്ടിരുന്നത്? ലൂക്കോസിൻ്റെ സുവിശേഷം വേഗം ഒന്ന് എടുത്താട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ 3-ാം അധ്യായം 21, 22 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, യേശു പ്രാർത്ഥിച്ച് സ്നാന സമയത്തുള്ള ആ വിഷയമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. യേശു വായിച്ചു 21-ാമത്തെ വാക്യം, ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങിവന്നു. 4:1. യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. ആത്മാവ് വന്നു, അടുത്തത് ആത്മാവ് നടത്തി. ഇനി 4:14. യേശു ആത്മാവിൻ്റെ ശക്തിയാൽ ഗലീലേക്ക്. അപ്പോൾ ഒന്ന് നിങ്ങൾ എൻ്റെ കൂടെ പറഞ്ഞേ, ആത്മാവ് ഇറങ്ങി, ആത്മാവ് നയിച്ചു, ആത്മാവിൻ്റെ ശക്തിയാൽ എവിടെ വന്നു? ഗലീലേക്ക് വന്നു. അങ്ങനെ വന്നപ്പോൾ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ വന്നു. പള്ളിയിൽ വന്നപ്പോൾ 17-ാമത്തെ വാക്യം, യെശയ്യാ പ്രവാചകന്റെ ചുരുള് പുസ്തകം കൊടുത്തു. അവൻ പുസ്തകം മടക്കി വെച്ചിട്ട് പറഞ്ഞു, ആത്മാവാ ഇന്ന് വചനം വേണ്ട. അങ്ങനെയാന്ന് പറഞ്ഞേ. പുസ്തകം എന്ത് ചെയ്തെന്ന്? ആത്മാവ് ഉണ്ടെങ്കിൽ പുസ്തകം മടക്കത്തില്ല, പുസ്തകം വിടർത്തും. പുസ്തകം മടക്കുന്ന പുള്ളികളെല്ലാം ശ്രദ്ധിച്ചോണം, ഇവന് ശരി ആത്മാവല്ല. ഇതാ അഭിഷേകം. ആത്മാവ് നിറഞ്ഞ, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ക്രിസ്തു പള്ളിയിൽ വന്ന് പുസ്തകം വിടർത്തിയെന്ന്. വേർഡ് ഓഫ് ഗോഡിന് ഇമ്പോർട്ടൻസ് കണ്ടോ കർത്താവ് കൊടുക്കുന്നത്? വിടർത്തി. അടുത്തത് അല്ല, ഒന്നുകൂടെ വായിച്ചു വേണ്ടിയത്. വിടർത്തി. 17-ാം വാക്യം ഒന്നുകൂടെ വായിച്ചു. യെശയ്യാ പ്രവാചകന്റെ കൊടുത്തു. എന്തിനാ അഭിഷേകം ചെയ്തിരിക്കുന്നത്? സുവിശേഷം അറിയിക്കാനാ. അടുത്തത് എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം എന്ത് ചെയ്തു? ഈ കർത്താവിൻ്റെ കൈ കൊടുത്ത ചുരുള ഇങ്ങനെ തുറക്കുന്ന സാധനമാണ്. അതിന് നമ്മുടെ ഈ ഇരിക്കുന്ന പോലുള്ള അധ്യായമോ വേഴ്സസ് ഒന്നുമില്ല, അല്ലേ? കർത്താവിൻ്റെ വചനത്തിൻ്റെ ജ്ഞാനം നോക്കിക്കേ.
ആ 61 യെശയ്യാ 61 എവിടാന്ന് ആ ചുരുൾ തുറന്നപ്പോൾ കർത്താവിന് മനസ്സിലായി, നമ്മുടെ കയ്യിലാ വല്ലോ ഈ ചുരുൾ കിട്ടിയിരുന്നെങ്കിൽ. സന്ധിയായി വിശ്വാസവുമായി ആശീർവാദം കഴിഞ്ഞാൽ 61 യെശയ്യാ 61 കിട്ടത്തില്ല. അല്ല, ഇതെല്ലാം അധ്യായവും വേഴ്സസും എല്ലാം ഉണ്ടായിട്ട് കിട്ടുന്നില്ല. പുറപ്പാട് വായിക്കാൻ പറയുമ്പോൾ വെളിപ്പാട് വായിക്കും. കർത്താവിൻ്റെ ഞാൻ കാണിക്കുന്നത് ആ ചുരുള്, യെശയ്യാ പ്രവാചകൻ്റെ ചുരുളിൽ എവിടെ എന്താ എഴുതിയിരിക്കുന്നത് കർത്താവിനറിയാം. ഹി വാസ് സോ വെൽ ഇൻ സ്റ്റഡിങ് ദ സ്ക്രിപ്ചേഴ്സ്. എൻ്റെ ആത്മീക പിതാവ് പറയുന്നത് എന്തോ അറിയോ, ദൈവത്തിൻ്റെ വചനം പഠിച്ച് ശരിക്ക് വ്യാഖ്യാനിക്കാത്ത ഒരു ദൈവദാസന്മാരും അവരെക്കുറിച്ച് പറയുന്നത് സൂപ്പർ ഉഴപ്പന്മാരാ. ദൈവത്തിൻ്റെ വചനം പഠിക്കാതെ, അതിനെ ശരിക്ക് വായിക്കാതെ, അതിനെ ശരിക്ക് വ്യാഖ്യാനിക്കാത്ത ഒരു ദേവദാസന്മാരും ദേ ആർ ലേസി. ദൈവത്തിൻ്റെ വചനം ശരിക്ക് പഠിക്കുകയും അതങ്ങനെ തന്നെയാണോ ലൂക്കോസ് ഉദ്ദേശിച്ചതെന്ന് ദൈവജനത്തോട് ദൂതറിയിക്കുകയും ചെയ്യുന്നതാണ് ഒരു ദൈവദാസന്റെ ജോലി. അല്ലാതെ ഇവിടുന്ന് ഒരു വാക്യം എടുത്ത് പിന്നെ അപ്പുറത്തൊരു വാക്യം എടുത്ത് പിന്നെ വെളിപ്പാട് പുസ്തകത്തിലോട്ട് പോയി പിന്നെ പുറപ്പാട് പുസ്തകത്തിലോട്ട് പോയി പിന്നെ ലേവ്യ പുസ്തകത്തിലോട്ട് പോയി പ്രസംഗിക്കുന്ന ആൾക്കും അറിയത്തില്ല, ഇരിക്കുന്ന ആൾക്കാർക്കും അറിയത്തില്ല. അവസാനം ചോദിക്കും എന്തോ കേട്ട്, എന്തോ എനിക്കറിയത്തില്ല, എന്തോ ഇടയ്ക്കൂടെ പോയായിരുന്നു. അതല്ല പ്രസംഗം. ദൈവത്തിൻ്റെ വചനം ശരിക്കും പഠിക്കണം. ജീസസ് പഠിച്ചില്ല. യേശു കർത്താവ് നോക്കിക്ക് ആ ചുരുള് തുറന്ന് 61 അധ്യായം എവിടാന്ന് ജീസസിന് അറിയാം. ദാറ്റ് മീൻസ് ഹി ഈസ് സോ വെൽ വേഴ്സ്ഡ് വിത്ത് ദ ബൈബിൾ. കരത്തിലിരിക്കുക, he knows where it is. നമ്മളെ അത്ഭുതപ്പെടുത്തണം. He studied the scriptures. ആരാ? തൃത്വത്തിൽ രണ്ടാമനായ പുത്രൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ എനിക്കിതിൻ്റെ ആവശ്യമില്ലെന്നൊന്നും അല്ല കർത്താവ് പറഞ്ഞത്. He studied the scriptures. കർത്താവിൻ്റെ വചനം താൻ പഠിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവജനം പഠിക്കാത്തതും ശരിക്കും വ്യാഖ്യാനിക്കാത്തതിൻ്റെ എല്ലാ അപകടം. അതുകൊണ്ടാണ് ഈ ഗ്ലോറി പറയുന്ന ആൾക്കാരൊക്കെ വരുമ്പോൾ നമ്മളും ഗ്ലോറി പറയുന്നത്. കള്ളനോട്ട് വരുമ്പോൾ മനസ്സിലാകാൻ പറ്റുന്നില്ല. പാമ്പ് വന്ന് സഭ വന്ന് പുൽപ്പറ്റി വന്ന് നിൽക്കുക, ആൾക്കാർക്ക് വിവേചിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ? ഇതുവരെ കൊടുത്ത ആഹാരം ശരിയായുള്ള ആഹാരമേ അല്ല. അവിടുന്ന് ഇവിടുന്നൊക്കെ ചിലതൊക്കെ പെറുക്കി എടുത്തിട്ട് കൊടുക്കുകയാ. എൻ്റെ പ്രിയരെ, പ്രസംഗിക്കുന്ന ഞാൻ ഒരു ദിവസം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കേണ്ട വരും. അവർ വിസയം തന്ന് നിനക്ക് ടിക്കറ്റും തന്നിട്ട് നീ അവിടെ ചെന്നിട്ട് ഉഴപ്പി എന്ന് കർത്താവ് എന്നോട് അന്ന് ചോദിക്കും. പ്രിയരെ, ഇത് വളരെ അപകടം പിടിച്ചൊരു ജോലി. ഇറ്റ് ഈസ് എ വെരി ഡേഞ്ചറസ് തിങ്. ഇത് ശരിക്കും പഠിച്ച് ഇത് ശരിക്കും ഉള്ള അർത്ഥത്തിൽ വ്യാഖ്യാനിച്ചില്ലെങ്കിൽ ഇറ്റ് വിൽ ബി എ സിവിയർ ജഡ്ജ്മെന്റ്. എന്നെ ഉൾപ്പെടെ ഞാൻ പറയുക, ഇത് തമാശ അല്ല, ഇത് കളിയല്ല. ജീവനുള്ള ദൈവത്തിൻ്റെ ജീവനുള്ള വചനം അതിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. അതിൻ്റെ വ്യാഖ്യാനത്തിൽ തന്നെ ദൈവജനത്തോട് ദൈവത്തിൻ്റെ വഴിയും ദൈവത്തിൻ്റെ ഹിതം പറഞ്ഞു കൊടുക്കുന്ന ജോലിയല്ലേ എൻ്റെ ജോലി. അത് ചെയ്യാതെ, അത് പഠിക്കാതെ, അത് ശരിക്ക് വ്യാഖ്യാനിക്കാതെ ഒരു ഉഴപ്പി പറയുന്നത് അത് ദൈവം ഒരു ദിവസം ചോദിക്കും. ജീസസ് നോക്കി, ഈ സ്റ്റഡി ദ സ്ക്രിപ്ചേഴ്സ്. ദൈവവചനം പഠിച്ചു. എന്നിട്ട് 20ാമത്തെ വാക്യം, ഇരുന്നു. 15. അടുത്തത് 21ാമത്തെ വാക്യം. അവൻ അവരോട് വ്യാഖ്യാനിച്ചു. കണ്ടോ, ഇത്രയും നാൾ 61 യെശയ്യാ വായിച്ചിട്ട് അവർക്ക് അർത്ഥം മനസ്സിലായില്ല. കർത്താവ് അത് അങ്ങോട്ട് തുറന്നിട്ട് അർത്ഥം പറഞ്ഞു കൊടുത്തു. ഇത് ഞാൻ വായിച്ച വാക്യമുണ്ടല്ലോ, ചുമ്മാതല്ല. ദിസ് ഈസ് ബീൻ ഫുൾഫിൽഡ്. ഞാൻ വന്നിരിക്കുക. എന്തോ വ്യാഖ്യാനമാ. യേശു ക്രിസ്തുവിൻ്റെ മിനിസ്ട്രി തുടങ്ങുന്നതിന് മുൻപ് കൊടുത്ത പ്രകടന പത്രമാണിത്. ഡു വി നോ ദാറ്റ്? കർത്താവ് മിനിസ്ട്രി ചെയ്ത് ആത്മാവിൽ നിറഞ്ഞ് ചെയ്തത് പുതിയ കാര്യം
പ്രസംഗിച്ചിട്ടല്ല, ഓൾറെഡി പറഞ്ഞ പ്രവചന പുസ്തകത്തിൽ നിന്നാണ് തൻ്റെ മിനിസ്ട്രി എന്താണെന്ന് ജനത്തോട് പറയുന്നത്. എന്നിട്ട് ഈ അഭിഷക്തൻ്റെ വചനമൊക്കെ കേട്ടപ്പോൾ ആൾക്കാർ അവൻ്റെ വായിൽ നിന്ന് വരുന്ന ലാവണ്യ വാക്ക് കേട്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്കങ്ങ് ദേഷ്യമായി. നോക്കിക്കേ, അതിൻ്റെ 28-ാമത്തെ വാക്യം, 4:28. പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും ഒന്ന് നോക്കിക്കേ, എന്തുവാ കർത്താവ് അവിടെ ചെയ്തത്? ബൈബിൾ തുറന്ന് വ്യാഖ്യാനിച്ചു. ആരെ കുത്തി പ്രസംഗിച്ചോ? ഇല്ല. ബൈബിൾ തുറന്ന് വ്യാഖ്യാനിച്ചപ്പോൾ പള്ളിയിലുള്ളവർ എന്ത് ചെയ്തു? കോപം നിറഞ്ഞിട്ട് അടുത്ത് എന്താ? എഴുന്നേറ്റെന്ന്. സ്തോത്രം പറയാനല്ല, നമുക്കൊരു പാട്ട് പാടി അല്ലേലോ പറയാമെന്നല്ല, എഴുന്നേറ്റിട്ട് കർത്താവിനോട് പറയാ പുറത്തിറങ്ങ. എന്താ കർത്താവ് അവിടെ ചെയ്തത്? വ്യാഖ്യാനിച്ചു കൊടുത്തു. സ്തോത്രം. കർത്താവിനെ പുറത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്താ അടുത്തത്? കൊണ്ടുപോയി. അയ്യോ, നമ്മുടെ ഇവിടെ അങ്ങനെ ആരും ചിന്തിക്കുന്നില്ലെന്ന് എൻ്റെ ചിന്ത. കാരണം നമുക്കിവിടെ പട്ടണമോ മലയൊന്നും ഇല്ലല്ലോ. സ്തോത്രം. അഭിഷിക്തന് കിട്ടിയത് ഇതാ, ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ വചനം വ്യാഖ്യാനിച്ചപ്പോൾ ഇതാണ് കിട്ടിയത്. പക്ഷെ കള്ളപ്രവാചകൻ എന്ത് പറയുന്നറിയോ? നിൻ്റെ മുമ്പിൽ ആരും നിൽക്കത്തില്ല. ലിയോനാർഡ് റേവൻഹിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇഫ് ജീസസ് പ്രീച്ച്ഡ് ദ സെയിം മെസ്സേജ് മിനിസ്റ്റേഴ്സ് പ്രീച്ച് ടുഡേ, ഹി വുഡ് നെവർ ഹാവ് ബീൻ ക്രൂസിഫൈഡ്. ഇന്നത്തെ പ്രാസംഗികന്മാർ പ്രസംഗിക്കുന്ന പ്രസംഗം യേശു പ്രസംഗിച്ചായിരുന്നെങ്കിൽ യേശുവിനെ ആരും ഒരിക്കലും എന്ത് ചെയ്യത്തില്ലായിരുന്നു? വെളിയിലെടുത്തെറിയുമായിരുന്നു. എന്താ അറിയോ? ചിലർ പറയുന്നുണ്ട്, ആൾക്കാർ വന്നിരിക്കുന്ന വലിയ ജോലിയും പ്രയാസവും ബുദ്ധിമുട്ടായിട്ടൊക്കെ വന്നിരിക്കുമ്പോഴാണ് ഈ പുള്ളി അങ്ങോട്ട് പർവ്വത പ്രസംഗം. ആൾക്കാരുടെ സാഹചര്യം അനുസരിച്ച് പ്രസംഗിക്കണ്ടേ? അല്ല. പണ്ട് വിയോ വർഗീസ് പാസ്റ്റർ പറഞ്ഞതുപോലെ, ഞാൻ ഇന്ന് അൽക്കോറിലും പറഞ്ഞു, വിയോ വർഗീസ് പാസ്റ്റർ ഞങ്ങളുടെ സഭയിൽ വന്നപ്പോൾ പറഞ്ഞതുപോലെ, ദൈവസഭ ഹോട്ടലാണോ ഹോസ്പിറ്റലാണോ? ഹോട്ടലിൽ ചെന്നാൽ എന്തോ കിട്ടും? നമ്മൾ പറയുന്ന സാധനം കൊണ്ടുവരും. ഹോസ്പിറ്റലിൽ ചെന്നാലോ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും കിട്ടത്തില്ല കേട്ടോ. തരുമോ? തരുന്നില്ല. അപ്പോൾ ദൈവസഭ ഹോസ്പിറ്റലാണോ ഹോട്ടലാണോ? നിങ്ങൾ മിണ്ടുന്നില്ല. അതാ വിഷയം. ഞങ്ങൾക്ക് ഇത് ഹോട്ടലാക്കാനാ ഒരു ടെംപ്ടേഷൻ. കാരണം ഞങ്ങളിത് ഹോട്ടലാക്കിയില്ലെങ്കിൽ നിങ്ങൾ പിണങ്ങും. ഹോസ്പിറ്റലാക്കിയാൽ അനേകർക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം ഇഷ്ടമുള്ള അല്ല കൊടുക്കുന്നത്, അവർക്ക് ഇഷ്ടം, ആൾക്ക് താല്പര്യമില്ലാത്തതാണ് കൊടുക്കുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, തരുന്നത് നമ്മുടെ ദീനം മാറ്റും, നമ്മുടെ രോഗം മാറ്റും, നമ്മുടെ ആത്മീക രോഗം മാറ്റി നാം പുഷ്ടിയുള്ളവരായി തീരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ 2024 ഒരു തീരുമാനം എടുക്കണം. അടുത്ത വർഷം കർത്താവ് എനിക്ക് ദാനമായി തന്നാൽ ഐ വിൽ ഈറ്റ് ഓൺലി സൗണ്ട് ഫുഡ്, ഹൈജീനിക് ഫുഡ്. ആരോഗ്യമില്ലാത്തത് ഞാൻ തിന്നത്തില്ല, കേൾക്കത്തില്ല എന്നൊരു തീരുമാനം എടുക്കണം. ഇവിടെ അങ്ങനെയുള്ളവർക്ക് വേദിയും ഞങ്ങൾ കൊടുക്കത്തില്ലെന്ന് പറയണം. സ്തോത്രം. ഹല്ലേലൂയ. ലുക്ക് അറ്റ് ജീസസ്. കർത്താവിനെ നോക്കിക്കേ. ദൈവവചനത്തോടുള്ള എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ 4 സുവിശേഷങ്ങളിൽ കൂടെ ദൈവവചനത്തിന് ജീസസ് കൊടുത്ത അത് കൊണ്ടുവരും. നമുക്ക് സമയമില്ല. ഈ ലൂക്കോസിൽ മാത്രം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുക. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് കർത്താവ് എന്താണ് പത്രോസിൻ്റെ പടകിൽ ചെയ്തത്? പത്രോസിൻ്റെ പടകിൽ കർത്താവ് അവരെ ഉപദേശിച്ചു. ജീസസ് വാസ് ടീച്ചിങ് ദം. ഇല്ലേ? 5:1. ദൈവവചനം കേൾക്കാൻ വേണ്ടി അവൻ്റെ അടുക്കൽ വന്നു. 3-ാമത്തെ വാക്യം. കയറി. പടകിലിരുന്ന് പുരുഷാരത്തെ എന്ത് ചെയ്യുക?
ഉപദേശിച്ചു. എൻ്റെ വിശ്വാസം കർത്താവ് അത് ഉപദേശിച്ചത് കൊണ്ടാണ് പത്രോസ് യേശുവിൻ്റെ കാൽക്കൽ വീണ് ഞാൻ പാപിയായ മനുഷ്യനെന്ന് പറഞ്ഞത്. അല്ലാതെ ഇന്നത്തെ പ്രസംഗമായിരുന്നെങ്കിൽ യേശുവിനോട് പറഞ്ഞു, കർത്താവെ അടുത്ത ആഴ്ച വരണേ, ഞാൻ 2 പടക് കൊണ്ടുവരാം, എല്ലാ ആഴ്ചയും വന്നാൽ മതി, പടകങ്ങ് നിറച്ചാൽ മതി, എൻ്റെ ബിസിനസ് അങ്ങ് കറക്റ്റായിട്ട് പോയാൽ മതി. ജീസസ് അങ്ങനെ പ്രസംഗിച്ചില്ല. ഈ മീൻകൂട്ടത്തെ കണ്ടിട്ട് പോലും തൻ്റെ കണ്ണ് മറിഞ്ഞില്ല. മീൻകൂട്ടത്തെ കണ്ടിട്ടും ദൈവത്തിൻ്റെ വചനം കേട്ടു. അവന് മനസ്സിലായി ഇതെല്ലാം നന്മ. യേശുവിൻ്റെ കാൽക്കൽ വീണിട്ട് പറയുകയാണ്, ലീവ് മീ, ഐ ആം എ സിന്നർ, ഞാനൊരു പാപിയായ മനുഷ്യൻ. അകൃത്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൂതുകൾ കേൾക്കട്ടെ, അകൃത്യങ്ങളെ വെളിപ്പെടുത്തുന്ന വചനങ്ങൾ കേൾക്കട്ടെ, നമ്മളെ നിത്യതയോട് അടുപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കട്ടെ, നമ്മുടെ കണ്ണുകളിൽ നിത്യത പതിപ്പിക്കട്ടെ കർത്താവ് ഈ ദിവസങ്ങളിൽ. Oh Lord, stamp eternity on my eyeballs എന്ന് ജോണത്തൻ എഡ്വേർഡ്സ് പറഞ്ഞതുപോലെ ഈ ബഥേലേജിലുള്ള ചിലർ എഴുന്നേറ്റ് പറയട്ടെ, എനിക്ക് ഭൂമിയിലുള്ള നന്മ അല്ല കേൾക്കേണ്ടത്, എൻ്റെ കണ്ണിൽ നിത്യത പതിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഒരു ശേഷിപ്പ് ബഥേലേജിയിലുണ്ട്. എല്ലാവരെ കുറിച്ചല്ല ദൈവത്തിന്റെ വചനം വ്യാഖ്യാനിച്ചു പറയുന്നത്. ഒരു ശേഷിപ്പ് ഈ സഭയിലുണ്ട്. അവരുടെ കണ്ണുകളിൽ ദൈവം നിത്യത പതിപ്പിക്കും. ഒരു ശേഷിപ്പ്, വിരലിൽ എണ്ണാമൊരു ശേഷിപ്പ് ഈ സഭയിലുണ്ട്. കണ്ണിൽ ദൈവം നിത്യത പതിപ്പിക്കും. സ്തോത്രം. ആ പ്രസംഗം കേട്ടോണ്ടല്ലേ പെന്തക്കോസ്ത് നാളിൽ താൻ പ്രസംഗിച്ചപ്പോൾ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് ആൾക്കാർ പറയുകയാ, ദൈവദാസന്മാരെ, രക്ഷപ്പെടാൻ ഞാൻ എന്തോ ചെയ്യണം? അല്ലാതെ പെന്തക്കോസ്ത് നാളിൽ ഇതല്ല പ്രസംഗിച്ചത്. ഞാൻ യേശുവിനെ ആദ്യം പിൻപറ്റിയപ്പോൾ എൻ്റെ പടക് നിറഞ്ഞു, അതുപോലെ നിങ്ങളുടെ പടകും നിറയും. അല്ല പത്രോസ് പ്രസംഗിച്ചത് നിങ്ങൾ ക്രൂശിച്ച ഇതേ യേശുവിനെ ദൈവം ക്രിസ്തുവും കർത്താവുമാക്കി വെച്ചു എന്ന് പറഞ്ഞപ്പോൾ അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. ദൈവത്തിന്റെ വചനം, മാറ്റമില്ലാത്ത വചനം, ജീവനുള്ള വചനം, നല്ല കല്ലായുള്ള ഹൃദയത്തെ പൊട്ടിച്ച് കളഞ്ഞ് സർജറി ചെയ്യേണ്ടതിനെ സർജറി ചെയ്ത് ഹൃദയത്തിന്റെ അകത്ത് ഒരു പരിവർത്തനം കൊണ്ടുവരട്ടെ, കണ്ണിൽ നിത്യത കൊണ്ടുവരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ശേഷിപ്പ് കർത്താവിനുണ്ട് കേട്ടോ, ഒരു ശേഷിപ്പ് കർത്താവിനുണ്ട്. 10-ാം അധ്യായത്തിലേക്ക് വരാം. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം എൻ്റെ 13 തൊട്ടുള്ള വാക്യങ്ങൾ. കോരസിനെ, നിനക്ക് അയ്യോ കഷ്ടം. എന്താ കാര്യം? കഷ്ടം. നിങ്ങളുടെ നടന്ന വീരപ്രവൃത്തി എങ്കിൽ ദൈവമക്കളെ കേൾക്കണേ, പ്രവർത്തി കണ്ടെങ്കിലും ദൈവത്തിൻ്റെ വഴി അവർ കണ്ടില്ല, ദൈവത്തിൻ്റെ ഹിതം അവർ കണ്ടില്ല. പ്രവർത്തി കണ്ടു, വലിയ പ്രവർത്തികൾ കണ്ടു. പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, ദൈവം ചെയ്ത പ്രവർത്തികളെ പറയാൻ ഒത്തിരി ഉണ്ട്. എൻ്റെ പൊന്ന് സഹോദര, ദൈവം ചെയ്ത പ്രവർത്തികളൊന്ന് മാറ്റിവെക്ക്. ദൈവത്തിൻ്റെ വഴിയെ നീ അറിഞ്ഞോ? ദൈവത്തിൻ്റെ വഴിയെ നീ അറിഞ്ഞോ? കോരസിനെ, ബേത്സേദേ, നിനക്ക് പുകഴുവാൻ ഒത്തിരി ഉണ്ട്, നിനക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. നിന്റെ ജീവിതത്തിൽ പ്രവർത്തികളുടെ ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ട്. എന്നാൽ ചോദ്യം അതല്ല, ദൈവത്തിൻ്റെ വഴിയെ നീ അറിഞ്ഞോ? Did you know God's way? ഇങ്ങോട്ട് വായിച്ചട്ടെ. നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നു എങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണയിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. അടുത്തത്, എന്നാൽ ന്യായവിധിയിൽ നിങ്ങളെക്കാൾ സോരിനും സീദോനും സഹിക്കാവതാകും. നീയോ കഫർന്നഹൂമേ, സ്വർഗ്ഗത്തോളം ഉയർന്നിരിക്കുമോ? ഭയങ്കര പൊങ്ങച്ചം പറയാനുണ്ട്. കർത്താവാണ് ഞങ്ങളുടെ അവിടെ ഹെഡ്ക്വാർട്ടർ ഉള്ളത്. കർത്താവിൻ്റെ ഹെഡ്ക്വാർട്ടർ ഞങ്ങളുടെ ദേശത്താണ്. കർത്താവ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്താണ് വരുന്നതെന്നൊക്കെ പൊങ്ങച്ചം പറയാനുണ്ട്. കർത്താവ് പറയുകയാണ്, നീ ഇങ്ങനെ അങ്ങ് പൊങ്ങിയില്ലേ, നീ താഴും.
പ്രവൃത്തി കണ്ടതുകൊണ്ടോ കർത്താവിനോടുകൂടെ എന്തെങ്കിലും ഒരു കാര്യം കർത്താവ് ചെയ്തത് കൊണ്ടോ പ്രിയരെ നമ്മൾ തെറ്റിപ്പോവരുത്. ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുന്നത് 40 ആണ്ട് അവരെൻ്റെ പ്രവർത്തികൾ കണ്ടിട്ടും ആ തലമുറയോട് എനിക്കും നീരസമുണ്ടായിരുന്നു. എന്നിട്ട് കർത്താവ് മന്ന കൊടുത്തു. നീരസം ഉണ്ടെങ്കിൽ മന്ന കിട്ടും കേട്ടോ. നീരസം ഉണ്ടെങ്കിൽ കാനഡയിലൊക്കെ പോകാം, പിസയൊക്കെ അടിക്കും, പിള്ളേർ MBBS പോകും നീരസം ഉണ്ടെങ്കിലും. അങ്ങനെ ചിന്തിക്കല് ദൈവം നമ്മളോട് പ്രസാദിക്കുകയെന്ന്. കാര്യങ്ങളെല്ലാം സുഖമായിട്ട് നടക്കും. ദൈവപ്രവൃത്തി കാണും, പക്ഷെ ദൈവത്തിൻ്റെ വഴി അറിയത്തില്ല. ഹല്ലേലൂയ. ദൈവമൊക്കെ മനസ്സിലാകുന്നുണ്ടോ പ്രിയരെ? മുമ്പോട്ട് വായിച്ചേട്ടാ ആൻറ്റി. ആ, നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ. ആ, ശ്രദ്ധിച്ചോ, നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ. ആ, അപ്പം ഇവിടെ എന്താ സംഭവിച്ചത്? പ്രവൃത്തി കണ്ടെങ്കിലും ദൈവത്തിൻ്റെ വചനത്തിലൊരു നിസ്സംഗ മനോഭാവം. ഓ, ഉള്ളി അങ്ങനെയൊക്കെ പറയും, ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്യും. പുള്ളി അങ്ങനെയൊക്കെ വന്നൊക്കെ പറയും, പക്ഷേ ഞങ്ങളിങ്ങനെ ചെയ്യും. നിങ്ങളുടെ വാക്ക് കേൾക്കാത്തവൻ ആരുടെ വാക്ക് കേൾക്കുന്നില്ല? എൻ്റെ വാക്ക് കേൾക്കുന്നില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്തുവാ? ഇവർ പറഞ്ഞത് ഇവരുടെ വാക്കല്ല, ദൈവത്തിൻ്റെ വാക്കാ. അതിനെയാണ് ഇവർ നിരസിച്ചിരിക്കുന്നത്. ദൈവസഭയോട് ഈ വചനത്തിൽ കൂടെ ഒരു കാര്യം പറയാം. എൻ്റെ അഭിപ്രായമാണെങ്കിൽ 100% നിങ്ങൾ റിജക്റ്റ് ചെയ്തു കൊള്ളുക. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വാക്കിനെ അല്ല റിജക്റ്റ് ചെയ്യുന്നത്, ദൈവത്തിൻ്റെ വാക്കിനെയാ. അടുത്തത്, നിങ്ങളെ തള്ളുന്നവനെ പക്ഷെ പ്രവൃത്തി കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നെ ബലപ്പെടുത്തിയത്, എന്നെ അല്പം കൂടെ ഹൃദയത്തിൻ്റെ അകത്ത് പ്രത്യാശ കൊണ്ടുവന്നത് ആ 10-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. ആ നാഴികയിൽ തന്നെ യേശു പരിശുദ്ധാത്മാവിനാൽ എന്ത് ചെയ്തു? എന്തിനാ ആനന്ദിച്ചത്? 70 പേര് പോയിട്ട് ഭൂതങ്ങളെ പുറത്താക്കിയെന്നാണോ? അതിനല്ല ആനന്ദിച്ചത്. കർത്താവ് പറയാം, അതിനെ ആനന്ദിക്കരുത്. നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. അതിലല്ല സന്തോഷിക്കേണ്ടത്, അതിലല്ല ആനന്ദിക്കേണ്ടത്. പ്രവൃത്തികളൊക്കെ കർത്താവ് ചെയ്തോളും, പക്ഷെ എന്തിനാണ് കർത്താവ് ആനന്ദിച്ചത്? വാക്യം മുമ്പോട്ട് വായിച്ചോ. പിതാവേ, സ്വർഗത്തിലും ഭൂമിക്കും. അടുത്തത്, ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് എന്തു ചെയ്തു? വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. അടുത്തത് വാഴ്ത്തുന്നു. അതേ പിതാവേ, പുത്രൻ ഇന്നവനെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല. അടുത്തത്, പിതാവ് ഇന്നവനെന്ന് പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനല്ലാതെ ആരും അറിയുന്നില്ല. എന്നിട്ട് 23-ാമത്തെ വാക്യം നോക്കിക്കേ. യേശു ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ്. അടുത്തത്, നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളത്. ഇവിടെ ഈ ദൈവസഭയിൽ എത്ര പേരെ തിരിഞ്ഞ് കർത്താവ് ഇങ്ങനെ നോക്കി പറയും? എത്ര പേരെ തിരിഞ്ഞു നോക്കി കർത്താവ് പറയും? അങ്ങനെ ഒരു ശേഷിപ്പ് ഇവിടെ ഉണ്ടെങ്കിൽ കർത്താവ് നിന്റെ നോക്കി പറയും, നിന്റെ കണ്ണ് ഭാഗ്യമുള്ളതാ കേട്ടോ. ബേത്സദയും കൊരേഷും ഇവരെല്ലാം വലിയ പ്രവൃത്തി കണ്ടവരാണ്. അവരുടെ ജീവിതത്തിൽ എൻ്റെ പ്രവൃത്തികൾ കണ്ടിട്ടും എൻ്റെ വഴികളെ അറിയാതെ, മാനസാന്തരപ്പെടാതെ, എൻ്റെ വഴികളെ എൻ്റെ ഇഷ്ടത്തിൽ നടക്കാതെ, ഗോതമ്പ് മണി താഴെ നിലത്ത് വീണ് ചാകാതെ ഇരിക്കുന്ന കോരേഷും ബേത്സദയും ഉള്ളപ്പോൾ നിന്റെ കണ്ണ് ഭാഗ്യമുള്ളതാണ്. കാരണം എന്താണെന്നറിയാമോ? ഞാൻ എങ്ങനെയുള്ളവനാണെന്ന് നീ കണ്ടിരിക്കുന്നത് കൊണ്ട്. നമ്മുടെ അനുഗ്രഹം എന്താണെന്നറിയാമോ? ദൈവം നമുക്ക് ചെയ്ത നന്മകളെക്കാൾ കൂടുതൽ ഈ യേശു ആരാ എന്ന് അറിയുവാൻ നമ്മുടെ കണ്ണിനെ തുറന്നല്ലോ. അതിന് കർത്താവിനെ സ്തുതിക്കണം, അതിന് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്തണം. ഈ പിതാവ് ആരാണെന്നും ഈ പുത്രൻ ആരാണെന്നും
എനിക്ക് മനസ്സിലാക്കി തന്ന് എൻ്റെ ആത്മീക കണ്ണിനെ തുറന്നപ്പോ അതിന് ഞാൻ സ്തുതിക്കുന്നു. ഞാൻ ഖത്തറിൽ പോയാലും ഞാൻ നാട്ടിൽ പോയാലും ഒരു വിഷയമല്ല, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ഒരു വിഷയമല്ല. അപ്പോ എൻ്റെ കണ്ണിനെ അവിടുന്ന് തുറന്നല്ലോ. ഐ താങ്ക് യു ഫോർ ദാറ്റ്. പ്രൈസ് ദി ലോർഡ്. ഒരു ശേഷിപ്പുണ്ട്, കണ്ണ് തുറന്ന ഒരു ശേഷിപ്പുണ്ട്. കർത്താവിനെ അറിയാവുന്ന ഒരു ശേഷിപ്പുണ്ട് ഇവിടെ. കർത്താവ് ആര് ഇന്നവനെന്ന് അറിയാവുന്നവരുണ്ട്. അപ്പോൾ തന്നെ പ്രവർത്തികൾ കണ്ടിട്ട് മാനസാന്തരപ്പെടാത്ത കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് കല്ലുപോലിരിക്കുന്ന ഒരു തലമുറയെ നോക്കി കർത്താവ് പറയുകയാണ്, കം ബാക്ക്, മടങ്ങി വാ. ഇതൊരു അവസരമാ. ഇറ്റ് ഈസ് എ ചാൻസ് to see who Jesus is. Who is this Lord? എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ ആഗ്രഹത്തിനും എൻ്റെ താല്പര്യത്തിനും നമുക്കൊരു ഇതുണ്ട്. നമ്മുടെ ഇഷ്ടം അങ്ങോട്ട് എഴുതി വെച്ചിട്ട് 3 ദിവസം ഉപവാസം. എന്തിനാണെന്നറിയാം? കർത്താവേ എന്നാ ഇത് നിൻ്റെ ഇഷ്ടമാക്കിക്കേ. അല്ല, എൻ്റെ ഇഷ്ടം കീറണം, എൻ്റെ ഇഷ്ടം കീറണം, എൻ്റെ പ്ലാനും പദ്ധതിയെല്ലാം ഇന്ന് കീറണം. ലോർഡ്, വാട്ട് ഈസ് യുവർ വിൽ, ഷോ മീ ദാറ്റ്. അവിടെ തന്നെ കാണിക്കണം. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്ന പോലെ എനിക്കും ചാകണം. ഹല്ലേലൂയ. മുമ്പോട്ട് വായിച്ചു. ആ ആ അപ്പോൾ കർത്താവിൻ്റെ ആ മിനിസ്ട്രിയിലുള്ള ദൈവവചനത്തോടുള്ള ആൾക്കാരുടെ മനോഭാവം കണ്ടോ? പള്ളിയിൽ ചെന്ന് പ്രസംഗിച്ചപ്പോൾ എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ തള്ളിയിട്ട് കൊല്ലുവാൻ നോക്കി. മുമ്പോട്ട് പ്രവൃത്തി കണ്ടവർ വാക്കിനെ എന്ത് ചെയ്തിരിക്കുക? റിജക്റ്റ് ചെയ്തു, നിരസിച്ച് കളഞ്ഞു. എന്നിട്ട് കർത്താവ് നിരാശപ്പെട്ടില്ല, കർത്താവ് ആത്മാവിൽ സന്തോഷിക്കുക. എന്തിനാണെന്നറിയാമോ? തള്ളിയ ഒത്തിരി ആൾക്കാരെ നോക്കിയിട്ട് ഹൃദയത്തിൽ വേദന വരും. ഇത്രയും പ്രവൃത്തി നടന്നിട്ടും ഇവരെൻ്റെ വാക്കിന് തള്ളിക്കളഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ വേദന വരും. എന്നാലും കർത്താവ് ഒരു ചെറിയ കൂട്ടത്തെ നോക്കിയിട്ട് ആത്മാവിൽ സന്തോഷിച്ചിട്ട് പറയുക, ഇവരുടെ കണ്ണ് ഭാഗ്യമുള്ളതാ. ആ കൂട്ടത്തിലുണ്ടോ? കർത്താവ് തിരിഞ്ഞു നോക്കി പറയുന്ന ആ കൂട്ടത്തിലുണ്ടോ? ഞാൻ ആരുടെയും തലേ കൈവച്ച് ദൂതൊന്നും പറയാൻ പോകുന്നില്ല. ഈ ദൈവത്തിൻ്റെ വചനം നമ്മളെ വ്യാഖ്യാനിക്കുക ഓരോരുത്തരെയും. കർത്താവ് തിരിഞ്ഞ സഹോദരി നിന്നെ നോക്കി പറയും, നിൻ്റെ കണ്ണ് ഭാഗ്യമുള്ളതാണെന്ന് പറയൂ. ആ ശേഷിപ്പിൽ നീ ഉണ്ടെന്ന് പറയൂ. ആ ശേഷിപ്പിൽ നീ ഉണ്ട് സഹോദര, അച്ഛ ഉണ്ടെന്ന് കർത്താവ് പറയുന്നുണ്ടോ ഇന്ന്? അത് നമ്മുടെ ഹൃദയത്തിൽ തന്നെ അറിയാം. ഇന്ന് ജീസസിൻ്റെ മിനിസ്ട്രിയുടെ മുമ്പോട്ട് നമ്മൾ നോക്കുമ്പോൾ 8-ാം അധ്യായം ലൂക്കോസിൻ്റെ സുവിശേഷം, ഞാൻ പറഞ്ഞല്ലോ കർത്താവിൻ്റെ ആ വചന ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഇങ്ങനെ ആ കർത്താവ് മിനിസ്ട്രി ചെയ്തത്. ദൈവത്തിൻ്റെ വചനം അവരെ കൃത്യമായി പഠിപ്പിച്ചു. 8:51 തൊട്ട് 8:51 ഓൺവേർഡ്സ്, 9:51 ഓൺവേർഡ്സ്, ക്ഷമിക്കണം, 9:51 തൊട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 44-ാം വാക്യം വരെ, 1944 വരെ. അത് ദൈവമക്കൾ സമയമുള്ളപ്പോൾ പിന്നെ നിങ്ങൾ വായിക്കണം. 19-ാം അധ്യായം അതിൻ്റെ 44 വരെ, 8:59 തൊട്ട് 9:51 തൊട്ട് 19:44 വരെ. ഇത്ര നീണ്ടു കിടക്കുന്ന പാസേജ് എന്താണെന്നറിയാമോ? വേ ടു ജെറുസലേം. യെരുശലേമിലേക്ക് കർത്താവ് പോകുന്ന പാതയാണ് 9:51 തൊട്ട് 19:44 വരെയുള്ള വാക്യങ്ങളിൽ. ഈ അധ്യായങ്ങളിൽ ജീസസ് ശിഷ്യത്വ പാഠമാ ഉപദേശിച്ച് പഠിപ്പിക്കുന്നത്. കർത്താവ് ദൈവസഭയ്ക്ക് തന്ന ദൗത്യം എന്തുവാ? മർക്കോസ് 16:15 എന്തുവാ വായിച്ചോ? പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തവൻ രക്ഷിക്കപ്പെടും. മത്തായി 28:19. അങ്ങനെ സ്നാനപ്പെട്ട് വന്നവൻ ഇനി എന്താ ചെയ്യേണ്ടത്? വായിച്ചോ.
ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും. അപ്പം സ്നാനപ്പെട്ട് കഴിഞ്ഞ് വന്നവർ ഇനി എന്താ ചെയ്യേണ്ടത്? കർത്താവിൻ്റെ ഉപദേശം അനുദിനം പഠിച്ച് യേശുവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരായി തീരണം. അതാ ഇവിടെ കാണുന്നത്. അതിന് യൂസ് ചെയ്യുന്ന മാർഗം എന്താ? വേർഡ് സ്റ്റഡി, ദൈവത്തിൻ്റെ വചനം പഠനം, ഉപദേശം പഠിക്കുക. അതാ കർത്താവ് സഭയ്ക്ക് കൊടുത്ത ഏറ്റവും വലിയ ദൗത്യം. സുവിശേഷം അറിയിക്കുക, ശിഷ്യന്മാരാക്കുക. ഒരു നാണയത്തിൻ്റെ രണ്ട് വശമാണ്. സുവിശേഷം അറിയിക്കുക, സുവിശേഷം അറിയിച്ച് സഭയിൽ വന്നവരെ ഉപദേശിച്ച് പഠിപ്പിക്കുക. അതാ ഉപദേശിയുടെ ജോലി. സ്തോത്രം. അപ്പം 9:51 തൊട്ട് 19:44 വരെ ജീസസ് അവരെ പഠിപ്പിക്കുക. ഡിസൈപ്പിൾഷിപ്പാണ്. എൻ്റെ പിന്നാലെ വരാൻ ഇച്ഛിക്കുന്നവൻ. എന്നിട്ട് കർത്താവിടെ പറയുന്ന ആ കോസ്റ്റ് പേയ്മെൻറ്റ് വളരെ ആഴമുള്ളതാണ്. കർത്താവ് എന്താണ് തൻ്റെ മിനിസ്ട്രിയുടെ ഏറ്റവും അവസാനം ചെയ്തത്? ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, യെരൂശലേമിൽ നിന്ന് എമ്മോസിലേക്ക് പോയ 2 പേര് അല്ലേ? അവരിങ്ങനെ നടന്നു പോകുമ്പം കർത്താവിന് വേണമെങ്കിൽ അവരുടെ കൂടെ നടന്നിട്ട് അവരുടെ കണ്ണങ്ങ് തുറന്നാൽ പോരായിരുന്നു. ഇത്രയും സമയം കളയേണ്ട ആവശ്യമുണ്ടോ? എമ്മോസ് വരെ അവരുടെ കൂടെ നടന്നു. എന്തിനാണ് നടന്നത്? എന്താ കർത്താവ് ആ വഴിയിൽ ചെയ്തത്? 27-ാമത്തെ വാക്യം. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവഴുത്തും തന്നെ കുറിച്ചുള്ളത് എന്ത് ചെയ്തു? വ്യാഖ്യാനിച്ചെന്ന് കർത്താവ്. ജീസസ് തുടങ്ങിയത് എങ്ങനെ? മിനിസ്ട്രിയിൽ വ്യാഖ്യാനിച്ച്. തുടർമാനം മിനിസ്റ്റർ ചെയ്തത് എങ്ങനെ? വ്യാഖ്യാനിച്ച്. അവസാനിപ്പിച്ചത് എങ്ങനെ? അപ്പോഴാണ് പറയുന്നത്, ഈ ഒരു മിടുക്കം വന്നിട്ട് പറയുന്നത്, ഇന്ന് പ്രസംഗമില്ല, ഇന്ന് ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്. അപ്പം നമ്മൾ പറയും ഗ്ലോറി, സ്തോത്രം. കർത്താവ് ശുശ്രൂഷ ചെയ്ത് നോക്കിക്കേ. തുടക്കത്തിൽ ഉപദേശിച്ചു, വ്യാഖ്യാനിച്ചു, ഇടയ്ക്ക് വ്യാഖ്യാനിച്ചു, അവസാനം വ്യാഖ്യാനിക്കുക. പഴയ നിയമത്തെ വ്യാഖ്യാനിച്ചിട്ട് തന്നെ കുറിച്ചുള്ളത് മോശ എടുക്കുമ്പോൾ മോശ നിൽക്കത്തില്ല, ജീസസിലേക്ക് വരും. ചിലത് ദാവീദിൻ്റെ അവിടെ കിടന്ന് കറങ്ങും 3-4-5 ആഴ്ച. ദാവീദിനെയും വെറുതെ വിടത്തില്ല, ഗോലിയാത്തിനെയും കൊല്ലത്തില്ല. സ്തോത്രം. അതല്ല തന്നെ കുറിച്ചുള്ളത്. പഴയ നിയമം എടുക്കുമ്പോൾ ജീസസിനെ കുറിച്ച് കാണിക്കുക. ദിസ് ഇസ് വാട്ട് ഹി ഈസ്. മോശയേക്കാൾ വലിയവൻ, ദാവീദിനേക്കാൾ വലിയവൻ, ആദമിനേക്കാൾ വലിയവൻ. സ്തോത്രം. കാണിക്കുക. ആ ജീസസിൻ്റെ വെളിപ്പാട് ഹൃദയത്തിൻ്റെ അകത്ത് വരാൻ വേണ്ടി വ്യാഖ്യാനിച്ചു കൊടുക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക, എക്സ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ വ്യാഖ്യാനിച്ചു കൊടുത്തപ്പം ഇവരെന്തോ പറഞ്ഞു നോക്കിക്കേ. അതിൻ്റെ 32-ാമത്തെ വാക്യം. അവൻ വഴിയിൽ. അപ്പം പ്രസംഗിക്കാൻ പുൽപ്പറ്റ് വേണ്ട കേട്ടോ കർത്താവിന്. വഴി കൂടെ നടന്നാലും പ്രസംഗം വരും. നമുക്ക് കൈയടിച്ച പ്രസംഗം വരത്തില്ല. അതുകൊണ്ടങ്ങ് കൈയടിപ്പിക്കുക ആൾക്കാരെ കൊണ്ട്. ഉറക്കെ, ശക്തിയോടെ, ഇച്ചിരി കൂടെ ഉറക്കെ. എന്നിട്ട് ഈ പുള്ളി പറയും പോരാന്ന്. ആർക്കാ പോരാ? പുള്ളിക്കത് പോരാ. കാരണം അത് ഇച്ചിരി കൂടെ നിങ്ങൾ കൊഴുപ്പ് കൂട്ടിയെങ്കിൽ ഇത് വരത്തുള്ളെന്ന്. അല്ല, ജീസസ് കൈയടിപ്പിച്ചില്ല, ജീസസ് ആത്മാവനാകാൻ പറഞ്ഞില്ല. ശാന്തമായി നടന്ന് വ്യാഖ്യാനിച്ചു കൊടുക്കുക. നമുക്കിടയിൽ ഒരു ചിന്തയുണ്ട്, ശാന്തമായിട്ട് പ്രസംഗിച്ചാൽ ആത്മാവില്ലെന്ന് തോന്നുന്നു പുള്ളിക്ക്. അങ്ങനെ ചിന്തയുണ്ട് നമുക്ക്. അങ്ങനെ ശാന്തമായി പ്രസംഗിച്ച് പോയി കഴിഞ്ഞാൽ ഇന്നൊരു ജ്വലനം നടന്നില്ല. ജീസസ് നോക്കിക്കുക, വഴി നടന്ന് ശാന്തമായി അവരോട് പറയുക. അവരോട് കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ അവരെന്തോ പറഞ്ഞു നോക്കിക്കേ. വഴി നടന്ന് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ, അപ്പം തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ചു, തിരുവെഴുത്തുകൾ എന്ത് ചെയ്തു? തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തട്ടെ എന്ന് കർത്താവ് പറഞ്ഞു. പോകുന്ന വഴിക്ക് കത്തട്ടെ പറഞ്ഞോ പറ. ഇല്ല, പറഞ്ഞില്ല.
ദൈവത്തിൻ്റെ വചനം തെളിയിച്ച് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പം ഹൃദയം കത്തും. തീയൊന്നും ഇറക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പറഞ്ഞതുപോലെ അങ്ങ് ചെയ്താൽ തീ ഇറങ്ങും. ഏതാ ലവര് പറയുന്ന തീയല്ല കേട്ടോ, ഹൃദയത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ വചനത്താൽ ഇറങ്ങി. തീ ഇറങ്ങിയപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഹൃദയത്തിൻ്റെ അകത്ത് തീ ഇറങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത്? എമ്മോസ് വരെ നടന്നു വന്നവരെ ആ ക്ഷണത്തിൽ തിരിച്ച് യെരൂശലേമിൽ ചെന്നിട്ട് പറയുക, യേശു ജീവിച്ചിരിക്കുന്നു. തീ കത്തിയാൽ, ഹൃദയത്തിൻ്റെ അകത്ത് ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനം വന്ന് തീ കത്തിയാൽ സുവിശേഷത്തിന് വേണ്ടി നമ്മുടെ ഹൃദയം സമർപ്പിക്കുന്നേ. അല്ലാതെ ആരെയും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല, കുഞ്ഞുങ്ങളെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ വചനം അതിനെ ശരിക്കും വ്യാഖ്യാനിച്ചു കൊടുത്താൽ ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ നടക്കും. സ്തോത്രം. ഇവിടെ ഓൾറെഡി എനിക്ക് സിഗ്നൽ കിട്ടി നിർത്താൻ. ഞാൻ നിർത്തും. നല്ല ഈണത്തിലാണ് സിഗ്നല്. സ്തോത്രം. ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ആക്ച്വലി ഒരു കാര്യം കൂടെ പറയാനാണ് സത്യം പറഞ്ഞാൽ ഒരുങ്ങി വന്നത്, പക്ഷേ നമുക്ക് സമയമില്ല. പണം വിഷയം കൂടെ എനിക്ക് പറയണമെന്നുണ്ട്. ഞാൻ ഈ വെള്ളിയാഴ്ച വൈകിട്ടും ഉണ്ട്. അന്ന് ഞാൻ ആ വിഷയം എടുക്കും, പണം. ഇന്ന് 2 വലിയ വിഷയങ്ങളാണ് പൊതുവെ കാണുന്നത്. ദൈവവചനത്തിൻ്റെ എതിരെ 2 പണം. ജീസസ് എങ്ങനെയാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, എനിക്കൊന്ന് 2 സർവീസാണെന്ന് തോന്നുന്നു, സമയമുണ്ടെങ്കിൽ ആ ദിവസം വന്ന് കേൾക്ക്. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്താം. 44ാമത്തെ വാക്യം കൂടെ, 24-44 പെട്ടെന്ന്. പിന്നെ അവനവരോട് മോശയുടെ ന്യായപ്രമാണം പറഞ്ഞു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ഗലാത്യ ലേഖനത്തിൽ പറയുകയാണ്, അയ്യോ മന്ദബുദ്ധികളായ ഗലാത്യരേ, പ്രവാചകൻ വന്ന്, കള്ളപ്രവാചകൻ വന്ന് ശുദ്രം ചെയ്ത് ബുദ്ധിയെ കെട്ടിയെങ്കിൽ യേശു ചെയ്ത നേരെ വിപരീതമാണ്. യേശു അയച്ച ദൈവദാസന്മാർ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? കള്ളപ്രവാചകന്മാർ വന്ന് ബുദ്ധിയെ കെട്ടിയിരിക്കുന്ന ആ ബന്ധനത്തെ, ഏതാ? തിരുവെഴുത്തുകളെ മനസ്സിലാക്കാത്ത ബന്ധനത്തെ, യേശുവിനെ കാണാൻ കഴിയാത്ത ബന്ധനത്തെ ദൈവം അയക്കുന്ന ദാസന്മാർ ദൈവവചനത്തെ വ്യാഖ്യാനിച്ച് അവരുടെ ബന്ധനത്തെ പൊട്ടിക്കും. ബന്ധനം പൊട്ടിക്കുമെന്ന് പ്രവാചകൻ പറയുന്ന കൂടോത്രത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതിനേക്കാൾ വലിയ മാരകമായിരിക്കുന്ന ഒരു ബന്ധനം ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്കുണ്ട്. അത് യേശുവിനെ കാണാൻ കഴിയാത്ത, യേശു ആരാണെന്ന് യഥാർത്ഥമായി മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ ബുദ്ധികെട്ട ഒരു ബുദ്ധിയെ കെട്ടിയിരിക്കുന്ന ഒരു ബന്ധനം ദൈവസഭയ്ക്കുണ്ട്. ദൈവത്തിന്റെ പത്യ വചനം പ്രസംഗിക്കുമ്പോൾ, അത് വ്യാഖ്യാനിക്കുമ്പോൾ, അത് തെളിയിച്ചു കൊടുക്കുമ്പോൾ കണ്ണിൽ നിന്ന് ആ മറമാറി ജീസസിനെ കാണുവാൻ കർത്താവ് അവിടുന്ന് ഇടയാക്കുമാറാകട്ടെ. കർത്താവ് അവരുടെ ബുദ്ധിയെ തുറന്നിട്ട് പറയുകയാണ്, ബുദ്ധിയെ തുറന്നത് കൊണ്ട് നിങ്ങൾ യെരൂശലേം വിട്ടു പോവരുത്. സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ധരിക്കുവോളം നിങ്ങൾ അവിടെ ആയിരിക്കണം. ബുദ്ധിയെ തുറന്നു. ആത്മാവിൻ്റെ ചലനമുണ്ടായപ്പോൾ പലരും മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിൽ വന്നതുപോലെ കർത്താവ് ചെയ്ത ശുശ്രൂഷ ചെയ്യുവാൻ ഈ ദിവസങ്ങളിൽ ദൈവസഭ അവിടെ ഇടയാക്കുമാറാകട്ടെ. ഇതേപോലെ ചെയ്യാത്ത ഒരു ശുശ്രൂഷയ്ക്കും പൈസ കൊടുക്കരുത്. ഇതേപോലെ ശുശ്രൂഷ ചെയ്യാത്ത ഒരു വ്യക്തിക്ക് വേദി കൊടുക്കല്. ഇതുപോലെയാണോ ദൈവവചനത്തെ ഡൗൺ പ്ലേ ചെയ്യുന്നെങ്കിൽ, ദൈവവചനത്തിന്റെ വ്യാഖ്യാനത്തെ നിസ്സാരമായി കാണുന്നെങ്കിൽ, പ്ലീസ് ഞാനൊരു കാര്യം പറയാം. കർത്താവ് ഒരു ദിവസം നമ്മളോട് ചോദിക്കും, ഈ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്ത് ക്രിസ്തുവിന്റെ അനുഗാമികളായിട്ട് ശിഷ്യന്മാരായി ജീവിക്കുവാൻ കർത്താവ് നമ്മൾ ഇടയാക്കുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം. ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും ഒരു തീരുമാനം ഇന്ന് രാത്രികാലം എടുത്ത ദൈവമക്കൾ അതൊന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്താ വന്നെന്ന് പറഞ്ഞാലും, ഹല്ലേലൂയ, പ്രതികൂലം അനേകം വന്നെന്ന് പറഞ്ഞാലും യാത്ര ഞാൻ ചെയ്യും ക്രൂശെ നോക്കി.
ഹല്ലേലൂയ. ജീസസ് ആ കാണിച്ച മാതൃക ഞാൻ അനുഗമിക്കുമെന്ന് തീരുമാനമുള്ളവർ, യേശു തിരിഞ്ഞു നോക്കി പറഞ്ഞതുപോലെ നിങ്ങളുടെ കണ്ണ് ഭാഗ്യമുള്ളതാ. എൻ്റെ പ്രവൃത്തി കണ്ടുള്ള ഭാഗ്യമല്ല. എന്നെ നിനക്ക് മനസ്സിലായല്ലോ കുഞ്ഞെ, ഞാൻ ആരെന്ന് നിനക്ക് മനസ്സിലായല്ലോ. അതാണ് ഭാഗ്യാവസ്ഥ. അത് മനസ്സിലാക്കാനുള്ള കണ്ണ് കർത്താവ് നമ്മുടെ തുറക്കട്ടെ. ഓ, ആ പാട്ട് നമുക്ക് പാടാം. നെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും, കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചെന്നാലും, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും, എല്ലാം പ്രതികൂലമായെന്നാലും ഞാൻ പിന്മാറുകയില്ല, ഞാൻ പിന്മാറുകയില്ല, ഞാൻ പിന്മാറുകയില്ല. എൻ്റെ കർത്താവിൻ്റെ പിന്നാലെ ഞാൻ പോകും. ഹല്ലേലൂയ. പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും, കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചാലും, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും, എല്ലാം പ്രതികൂലമായെന്നാലും, യാത്ര ചെയ്യും ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം